ഗാർഹിക പീഡന കേസിൽ പോലീസ് നിയമോപദേശം തേടുകയാണ്. നിയമോപദേശം ലഭിച്ചതിന് ശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. പന്തീരാങ്കാവ് കേസ് അസാധാരണമാണെന്നും സാധാരണ നിലയിൽ വിചാരണ സമയത്താണ് സാക്ഷികൾ കൂറുമാറുന്നതെന്നും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ പറഞ്ഞു. പന്തീരാങ്കാവ് കേസിൽ കുറെ ട്വിസ്റ്റും ടേണൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികളായി പോലീസ് മുന്നോട്ടാണ്. അല്ല, അതിൽ നമ്മുടെ ലീഗൽ കാര്യങ്ങളാണ് കുറച്ച് ചിന്തിക്കുന്നത്. നമ്മൾ ലീഗൽ കാര്യങ്ങൾ ചിന്തിച്ച ശേഷം മാത്രമേ ഫർദർ ആക്ഷൻ ഉണ്ടാവും. കുട്ടിയുടെ ഒരു മാറ്റം കേസിനെ ബാധിക്കും. അത് ഞാൻ പറഞ്ഞ കുറച്ച് ഇത് ലീഗൽ കാര്യങ്ങളാണ്. ലീഗൽ നമ്മുടെ വിദഗ്ധരുടെ ഹെൽപ്പ് എടുത്ത ശേഷം അവരുടെ ഒപ്പീനിയൻ എടുത്ത ശേഷം മാത്രം മുന്നോട്ട് നിൽക്കുന്നത്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, നേരത്തെ പോലീസ് വ്യക്തമാക്കിയ കാര്യം ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ്. എന്നാൽ പോലീസിനെ സംബന്ധിച്ച് പല വെല്ലുവിളികളുമുണ്ട്. ഈ പരാതിക്കാരിയായ യുവതി കൂറുമാറിയ സാഹചര്യം, ഒഴിമാറ്റിയ സാഹചര്യം, ഇത് കോടതിയിൽ ഈ കേസ് നിലനിൽക്കുമോ? പോലീസിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ടോം, കഴിഞ്ഞ ആഴ്ച അവസാനം കുറ്റപത്രം സമർപ്പിക്കുന്നതിനോട് തയ്യാറെടുപ്പാണ് പോലീസ് നടത്തിയത്. എന്നാൽ ആ കുറ്റപത്രം സമർപ്പിക്കൽ ഇപ്പോൾ നീളുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ഈ പെൺകുട്ടി, പരാതിക്കാരിയായ യുവതി തന്നെ തൻ്റെ മൊഴി പൂർണ്ണമായും കളവാണ്, തന്നെ പ്രലോഭനം ചെലുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കുടുംബം, അമ്മ അച്ഛനുമൊക്കെ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി തന്നെ കൊണ്ട് മൊഴി മാറ്റിച്ചതാണ്. അതുകൊണ്ട് താൻ പൂർണ്ണമായും പറഞ്ഞ കാര്യങ്ങൾ കളവാണ്. സ്ത്രീധനം എന്ന ഒരു രീതിയിലുള്ള ചർച്ച, സ്ത്രീധനത്തെക്കുറിച്ചുള്ള ആ ചർച്ചയും രാഹുലിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. രാഹുലാണ് മുഴുവൻ വിവാഹത്തിനായുള്ള ചെലവ് ഒക്കെ എടുത്തത്. ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു സൗന്ദര്യപ്പിണക്കം മാത്രം, അല്ലെങ്കിൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള തർക്കം മാത്രമാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ താൻ ഇക്കാര്യം പരാതിയില്ല എന്ന് അറിയിച്ചതാണ്. പിന്നീട് അമ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കുടുംബത്തോടൊപ്പം പോരുകയും പിന്നീട് കടുത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മൊഴി നൽകുകയും ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം പ്രതി രാഹുൽ ഹൈക്കോടതിയിൽ തൻ്റെ കേസ് റദ്ദാക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അപേക്ഷയിൽ തന്നെ യുവതിയുടെ സത്യവാങ്മൂലവും സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സങ്കീർണമായൊരു കേസായി ഇത് മാറുകയാണ്. കാരണം ഹൈക്കോടതി ഏതു തരത്തിലുള്ളൊരു തീരുമാനമാവും ഈ രാഹുലിൻ്റെ കേസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുക്കുക എന്നതാണ് പോലീസ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കമ്മീഷണർ പറയുന്നത് പോലെ തന്നെ സാധാരണഗതിയിൽ ഒരുപക്ഷെ ഈ കുറ്റപത്രം സമർപ്പിച്ച ശേഷം വിചാരണ നടപടികൾ നടക്കുമ്പോഴൊക്കെ സാക്ഷികൾ, ഈ വാദിയും അല്ലെങ്കിൽ മറ്റ് കേസിലെ സാക്ഷികളുമൊക്കെ കൂറുമാറുന്നത് പതിവ് കാഴ്ചയാണ്. പക്ഷേ കേസ് വിചാരണയിലേക്ക് പോകുന്ന മുമ്പ് തന്നെ കക്ഷി കൂറുമാറിയാൽ അല്ലെങ്കിൽ പരാതിക്കാർ തന്നെ കൂറുമാറിയാൽ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യമാണ് നിയമപരമായി ഇവർക്ക് വിദഗ്ധരിൽ നിന്നും തേടേണ്ടത്. നേരത്തെ പോലീസ് വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അവ്യക്തതയുമില്ല. കാരണം ഈ കൃത്യമായ മൊഴിയുണ്ട്, ഈ ഡോക്ടർമാരുടെ മൊഴികൾ ശേഖരിച്ചു, ഒപ്പം ഫോറൻസിക് പരിശോധനയുടെ ഫലങ്ങളടക്കം ഈ ഇത്തരത്തിലൊരു മർദ്ദനം നടന്നു എന്ന് തെളിയിക്കുന്നതിന് പര്യാപ്തമായ രീതിയിലുണ്ട്. ഒപ്പം ഈ അടുക്കള കാണാൻ വീട്ടിൽ പോയ സമയത്തുള്ള ബന്ധുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. യുവതിയുടെ ആദ്യം നൽകിയ മൊഴി, പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതി, അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നൽകിയ രഹസ്യമൊഴി എന്നിവയിലടക്കം കൃത്യമായി ഇത്തരത്തിലൊരു ഗാർഹിക പീഡനത്തിന് താൻ ഇരയായെന്ന് വ്യക്തമാകുന്നു. അതുകൊണ്ട് പിന്നീട് പ്രലോഭനത്തിനോ സമ്മർദ്ദങ്ങൾക്കോ ഒക്കെ വഴങ്ങി യുവതി പരാതിയിൽ നിന്ന് പിന്മാറിയാൽ പോലും നിയമപരമായി ഇത്തരം ഒരു കുറ്റകൃത്യം നടന്ന സാഹചര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ആ വാക്കുകളിൽ നിന്നും ഒരു ചെറിയ പിന്മാറ്റം ഉണ്ടായോ എന്നാണ് നമുക്ക് സംശയിക്കേണ്ടത്. കാരണം അതിൽ നിയമപരമായ മറ്റു ചില സങ്കീർണതകൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ വിദഗ്ധരുടെ അഭിപ്രായം തേടിയ ശേഷമാവും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവുക. എന്തായാലും വളരെ പെട്ടെന്ന് കേസിന്റെ തുടർന്ന് കണ്ടതുകൊണ്ടാണോ പോലീസ് അങ്ങനെ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിപ്പിക്കുന്നത്, അതിനുവേണ്ടിയുള്ള നിയമോപദേശം തേടുന്നു അനീഷ്? കാരണം അനീഷ് തന്നെ സൂചിപ്പിച്ചു, അല്ലെങ്കിൽ നമുക്കറിയാം പല രീതിയിലുള്ള സമ്മർദ്ദം കൊണ്ടാണ് ഈ പെൺകുട്ടി നേരത്തെ പരാതി നൽകിയതെന്ന് പറയുന്നു. പിന്നീട് മറ്റൊരു സമ്മർദ്ദം കാരണമാണ് പരാതിയിൽ നിന്നും ഈ മൊഴിയിലൊരു മാറ്റമുണ്ടായതെന്നൊക്കെ ആരോപണങ്ങൾ വരുന്നു. പല രീതിയിലുള്ള ദുരൂഹതകൾ ആ കേസിലുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ, ഈ ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ പോലീസ് ഏത് സാഹചര്യത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും ഈ കേസിനെ കോടതിയിൽ അവതരിപ്പിക്കുക?
ടോം, ക്രിമിനൽ കുറ്റകൃത്യ നിയമപ്രകാരം ഇത്തരത്തിൽ ഈ പരാതിക്കാർക്ക് ഒരു ക്രിമിനൽ പ്രവർത്തനം നടന്നു, അതായത് ഒരു കുറ്റകൃത്യം നടന്നാൽ പരാതിക്കാർക്ക് പരാതി ഇല്ലെങ്കിൽ പോലും സ്വമേധയാ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തുന്ന സാഹചര്യമുണ്ട്. ചിലപ്പോൾ മാർഗമധ്യേ പരാതിക്കാരനും ഈ പ്രതിയും തമ്മിൽ ഒത്തുതീർപ്പാവുന്ന കേസുകളുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസാണ്. കാരണം കൊലപാതക ശ്രമമുണ്ട്, ഗാർഹിക പീഡനമുണ്ട്, ഒപ്പം സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്നിലധികം വകുപ്പുകൾ, അതീവ ഗൗരവതരമുള്ള വകുപ്പുകൾ ഉൾപ്പെടുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ അത് അത്തരത്തിൽ വളരെ പെട്ടെന്ന് ഈ കേവലം പരാതിക്കാരിയുടെ പിന്മാറ്റം കൊണ്ട് മാത്രം പിൻവലിക്കേണ്ട ഒരു കേസല്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. എന്തായാലും അത് സംബന്ധിച്ചൊരു വിശദമായ നിയമോപദേശം തന്നെ പോലീസ് നേടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അസാധാരണമായൊരു സാഹചര്യമാണ് നിലവിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി പെൺകുട്ടി അതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം. മറ്റൊരു തരത്തിലുള്ള ചില സങ്കീർണതകൾ കൂടിയുണ്ട്. കാരണം ഈ ആദ്യ പരാതി നൽകിയ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് വേണ്ടത്ര ഗൗരവത്തോടുകൂടി ഈ പരാതി കൈകാര്യം ചെയ്തില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം നടത്തി ഈ ജില്ലാ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ട് അന്വേഷണം നടത്തി ഈ CIക്ക് SHOയ്ക്ക് ഗുരുതരമായ പിഴവ് പറ്റി അറിയിക്കുന്ന ഗൗരവത്തോടുകൂടി ഈ യുവതിയുടെ പരാതി CI പരിഗണിച്ചില്ല എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒപ്പം കേസ് ആ സ്റ്റേഷനിലെ തന്നെ മറ്റൊരു മുതിർന്ന സിവിൽ പോലീസ് ഓഫീസർ ഈ പ്രതിയെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു, നിർണായകമായ ചില കാര്യങ്ങൾ പ്രതിക്ക് ചോർത്ത് നൽകി എന്നൊക്കെ കണ്ടുപിടിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ 2 പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ സർവീസിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു സാഹചര്യം. എന്നാൽ യുവതി പറയുന്നു താൻ ആദ്യം പരാതിപ്പെട്ടപ്പോൾ ഗൗരവത്തോട് അല്ല പരാതി. പോലീസ് തന്നെ പ്രതികൂട്ടിലായ ഒരു കേസാണ്. അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ CIക്കെതിരെ നടപടി ഉണ്ടാകുന്നു, അതോടൊപ്പം ഒരു CPOയ്ക്കെതിരെ പോലും നടപടി. 2 പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികൂട്ടിലായ ഒരു ആരോപണ വിധേയരായ ഒരു കേസ് കൂടിയാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചും ഇനിയും ചില കടമ്പകളില്ലേ? ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ നാട്ടിലെത്തിക്കണം, ചോദ്യം ചെയ്യണം, മറ്റു നടപടികളിലേക്ക് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കണം. പക്ഷേ അയാൾ ഇപ്പോൾ എവിടെയാണെന്ന സൂചന പോലീസിനുണ്ടോ? പോലീസിന് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോടൊപ്പം കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലെത്തിച്ച പെൺകുട്ടി യുവതി പിന്നീട് ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയിരുന്നു. അവർ ഇപ്പോൾ എവിടെയാണുള്ളത്? ഇത്തരം കാര്യങ്ങളിൽ പോലീസിന് വ്യക്തതയുണ്ടോ അനീഷ്? പോലീസിന് ഇതേക്കുറിച്ച് കൃത്യമായൊരു ചിത്രം ലഭ്യമല്ലെങ്കിലും ഈ പെൺകുട്ടി കാഠ്മണ്ഡുവിലേക്ക് പോയി അല്ലെങ്കിൽ നേപ്പാളിലേക്ക് പോയി എന്നാണ് ഏറ്റവും ഒടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ പ്രതിയുടെ അഭിഭാഷകൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പോലീസ് പറയുന്നു, മറ്റുള്ളവരൊക്കെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ജർമ്മനിയിലാണ് പ്രതിയെന്ന്. പക്ഷേ പ്രതി ജർമ്മനിയിൽ എത്തിയിട്ടില്ല എന്ന് തറപ്പിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു വിദേശ രാജ്യത്താണ്. അതെവിടെയാണ് എന്ന് കൃത്യമായി ഇപ്പോൾ പ്രതിയുടെ സ്വകാര്യത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ മുന്നോട്ടുള്ള വഴി പരിഗണിച്ച് പറയാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഡൽഹിയുമായി ഈ പെൺകുട്ടിക്ക് മറ്റ് ബന്ധങ്ങളില്ല, അല്ലെങ്കിൽ ആ മേഖലയുമായി മറ്റ് ബന്ധങ്ങളില്ല. ഓഫീസിൽ നിന്നും അവധിയെടുത്താണ് ഈ പെൺകുട്ടി ഡൽഹിയിലേക്ക് പോയത്. ഒപ്പം ഈ കുടുംബത്തിൻ്റെ പരാതിയെ തുടർന്ന് ഈ യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കൊച്ചിയിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തനിക്ക് കുടുംബത്തോടൊപ്പം ഇപ്പോൾ പോകണമെന്നില്ല, തൻ്റെ സ്വമേധയാ ഇഷ്ടപ്രകാരം പോകുന്നു എന്ന് പറഞ്ഞ ശേഷം ഡൽഹിക്ക് ആയിരുന്നു ആ യുവതി പോയത്. അതിനുശേഷം കാഠ്മണ്ഡുവിലേക്ക് പോയിരിക്കുന്നു എന്നാണ് നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പ്രതി നിലവിൽ ഉള്ളത് നേപ്പാളിലായിരിക്കാം, അല്ലെങ്കിൽ നേപ്പാളിന് സമീപത്തുള്ള മറ്റേതെങ്കിലും സ്ഥലത്തായിരിക്കാം എന്നൊരു ധാരണയുണ്ട്. നേപ്പാളിൽ ഈ പ്രതി ഉള്ളതുകൊണ്ട് തന്നെ ആവാം ഈ യുവതി അവിടേക്ക് പോയിരിക്കുന്നത് എന്നും ഒരു കണക്കൂട്ടലുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയും ചെയ്യുമെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ നിലവിൽ നേരത്തെ ബ്ലൂ കോർണർ നോട്ടീസ് അയച്ചിരുന്നു പ്രതിയെ കണ്ടെത്തുന്നതിനായി, എവിടെയുണ്ട് എന്ന് കണ്ടെത്തുന്നതിനായി. പക്ഷേ ആ ബ്ലൂ കോർണർ നോട്ടീസിന് കൃത്യമായൊരു മറുപടി ലഭിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. ആ മറുപടി ലഭിച്ചാൽ മാത്രമാണ് പ്രതി ഏത് സ്ഥലത്തുനിന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ ശേഷം ആ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് റെഡ് കോർണർ നോട്ടീസ് അയക്കേണ്ടത്. അതിന് വിദേശ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ചും ജർമ്മനി പോലുള്ള ഇടങ്ങളിലുമൊക്കെയായി ഉള്ള ഇടപാടുകളാണെങ്കിൽ ഈ കുറ്റപത്രത്തിൻ്റെ പകർപ്പടക്കം നടത്തി ഈ കേസിൻ്റെ ഗൗരവ സാഹചര്യം മനസ്സിലാക്കേണ്ടതൊക്കെയുണ്ട്. പക്ഷേ അവിടെയും ഈ യുവതി പരാതിയിൽ നിന്ന് പിന്മാറിയിരിക്കുന്ന പ്രതികൂലമായൊരു സാഹചര്യം പോലീസിനുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വേണം കേസിലെ അടുത്ത നടപടിക്രമവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്തായാലും അങ്ങേയറ്റം സങ്കീർണമായ ഒരു സാഹചര്യം തന്നെയാണ്. പോലീസ് വളരെ വിശദമായി തന്നെ നിയമോപദേശം ഇക്കാര്യത്തിൽ തേടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസിനെ സംബന്ധിച്ച് എതിർഘടകങ്ങൾ പലതുണ്ട്. ഈ പരാതിക്കാരി മൊഴിമാറ്റി
അതോടൊപ്പം മുഖ്യപ്രതിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടൊപ്പം ഈ കേസ് കോടതിയിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ പോലും ചില ആശയക്കുഴപ്പമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയിരിക്കുന്നത്.